നമസ്തേ. ബ്രഹ്മവിദ് പരൻ്റെ ലക്ഷണങ്ങളാണ് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. ബലവാൻ, ബലിഷ്ഠൻ എന്ന് പറയുമ്പോൾ ഏറ്റവും ശക്തി കൂടിയ ബലമുള്ള ആളാണ് ബലിഷ്ഠൻ. അതുപോലെ ഇവിടെ ഒരു ഡിഗ്രി വ്യത്യാസത്തിലാണ് പറയുന്നത്. ബ്രഹ്മവിദ് വരിഷ്ഠൻ എന്ന് പറയുമ്പോൾ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ, ബ്രഹ്മവിത്ത്, വരൻ, വരീയാൻ, വരിഷ്ഠൻ. വരൻ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠൻ എന്നുള്ള അർത്ഥമാണ്. വരീയാൻ കുറേ കൂടെ ശ്രേഷ്ഠൻ, വരിഷ്ഠൻ അതിനേക്കാൾ ശ്രേഷ്ഠൻ എന്ന് പറയാം. ബ്രഹ്മവിത്ത്, ബ്രഹ്മവിദ്, വരൻ, വരീയാൻ, വരിഷ്ഠൻ, ബലിഷ്ഠൻ എന്നൊക്കെ പറയുന്നത് പോലെ. അപ്പൊ ഇവിടെ ബ്രഹ്മവിദ് വരൻ എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു. എല്ലാ കർമ്മങ്ങളും സന്യസിച്ച് എപ്പോഴും ബ്രഹ്മനിഷ്ഠയോടുകൂടി ദേഹം നിലനിർത്തുന്നതിന് വേണ്ടി മാത്രം യാതൊരുവൻ ഭൂമിയിൽ ചരിക്കുന്നു, അവനാണ് ബ്രഹ്മവിദ് വരൻ. രമണ മഹർഷിയോ ചട്ടമ്പിസ്വാമി തിരുവടികളോ ഒക്കെ ഒരുപക്ഷെ ഈ വിഭാഗത്തിൽപ്പെട്ടവരാവാം. യഥാദർശന്മാർക്ക് ലോകോദ്ധാരണ പ്രവർത്തനങ്ങളിലൊന്നും വലിയ താല്പര്യമില്ല എന്ന് നമ്മൾ കണ്ടു. ഗുരുവിന് അല്പം അനുകമ്പ കൂടിയത് കൊണ്ട്, ലോകത്തോടുള്ള അനുകമ്പ കൊണ്ട് ഗുരു ബ്രഹ്മവിത്തായിട്ടിരിക്കാൻ ഇഷ്ടപ്പെട്ടു. ബ്രഹ്മവിദ് വരൻ അങ്ങനെയൊന്നും ഇഷ്ടപ്പെടുന്നില്ല. തനിക്ക് ഈശ്വരജ്ഞാനം ഉണ്ടായി, ഈശ്വരജ്ഞാനം ഉണ്ടാവാനുള്ള ഉപാധിയായിട്ട് തൻ്റെ ശരീരമാണ് കാരണമായിട്ട് തീർന്നത്. അതുകൊണ്ട് ആ ശരീരം എത്ര നാളങ്ങനെ നിൽക്കുന്നോ അത്ര നാൾ ഇരുന്നോട്ടെ എന്നുള്ള വിചാരത്തോടുകൂടി ശരീരത്തെ കുളിപ്പിക്കുകയും ഊട്ടുകയും വസ്ത്രം ധരിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ജീവിതാന്ത്യം വരെ അങ്ങനെ അങ്ങ് പോകും ബ്രഹ്മവിദ് വരൻ. ഇനിയും വരിയാൻ എങ്ങനെയുള്ളവനാണെന്ന് ഗുരു ദർശനമാലയുടെ നിർവാണ ദർശനത്തിലെ 7-ാം ശ്ലോകത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: അന്യേന വേദിതോ വേത്തി നവേത്തി സ്വയമേവയഃ സ വരീയാൻ സദാ ബ്രഹ്മനിർവാണം അയം അശ്നുതേ. അന്യേന വേദിതോ വേത്തി നവേത്തി സ്വയമേവ യഃ സ വരീയാൻ സദാ ബ്രഹ്മനിർവാണമയമശ്നുതേ. യാതൊരുവനാണോ വേറൊരാൾ അറിയിച്ചാൽ മാത്രം അറിയുന്നത്, അവനവൻ സ്വയം അറിയുന്നുമില്ല ഒന്നും തന്നെ, അവനാണ് ബ്രഹ്മവിദ് വരീയാൻ. ഇവൻ എപ്പോഴും ബ്രഹ്മനിർവാണം അനുഭവിക്കുന്നു. ഗുരു വളരെ ശ്രദ്ധയോടുകൂടി പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവരെപ്പോഴും ബ്രഹ്മനിഷ്ഠനായിട്ട് തന്നെ വർദ്ധിക്കുന്നു എന്ന് തന്നെ ഗുരു പറയുന്നു. ബ്രഹ്മവിത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ എന്ത് പറയുന്നു? അദ്ദേഹത്തിന്റെ സ്ഥിതി എവിടെയാണ്? ബ്രഹ്മവിദ് ബ്രഹ്മണി സ്ഥിതഃ. ബ്രഹ്മവിത്ത് ബ്രഹ്മത്തിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ബ്രഹ്മവിദ് വരന്റെ കാര്യം പറഞ്ഞപ്പോഴോ സതതം ബ്രഹ്മനിഷ്ഠയാ, എപ്പോഴും അദ്ദേഹവും ബ്രഹ്മനിഷ്ഠയിൽ തന്നെയാണ്. ഈ വരിയാനോ സദാ ബ്രഹ്മനിർവാണം അശ്നുതേ, അദ്ദേഹവും എപ്പോഴും ഈശ്വര സായുജ്യത്തിൽ തന്നെ നിൽക്കുന്നു. നമ്മളോട് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട കാര്യം, ഇവരെല്ലാം എപ്പോഴും ആത്മാനന്ദത്തിൽ അങ്ങനെ തുന്തിലരായിട്ടിരിക്കുന്നവരാണ്. ആ നിലയിൽ ഇവർക്ക് മാറ്റമേ ഇല്ല. നമ്മൾ പഠിതാക്കളായിട്ടുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ബ്രഹ്മവിത്തും വരനും വരിയാനും വരിഷ്ഠനും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ ബാഹ്യമായിട്ട് മാത്രമേ വ്യത്യാസമുള്ളൂ. ആന്തരികമായിട്ട് ഇവർ ഒരേ ചക്രവാളത്തിൽ സ്ഥിതി ചെയ്യുന്നവരാണ്. അവരെല്ലാം എപ്പോഴും ബ്രഹ്മനിഷ്ഠയിലും എപ്പോഴും ബ്രഹ്മമായിട്ട് തന്നെ ഇരിക്കുകയും ബ്രഹ്മത്തിൽ സ്ഥിതി ചെയ്യുകയും സദാ ബ്രഹ്മനിർവാണം പ്രാപിക്കുകയും അനുഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവരാണ്. അതിനകത്ത് യാതൊരു വ്യത്യാസവുമില്ല. പക്ഷെ അവർ ബാഹ്യമായ തലത്തിൽ എങ്ങനെയാണ് വരിയാൻ സ്ഥിതി ചെയ്യുന്നത്? ഇയാള് ബാഹ്യമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇയാൾക്കൊന്നും അറിയാൻ വയ്യാത്തതുപോലെ തോന്നും. മറ്റൊരാള് പലതും പറഞ്ഞു കൊടുക്കണം. ഭക്ഷണം കഴിക്കാൻ മറ്റൊരുവൻ നിർബന്ധിച്ചാൽ മാത്രം ഭക്ഷണം കഴിക്കും. വസ്ത്രം ധരിക്കണമെന്ന് ഇയാൾക്ക് നിർബന്ധമില്ല. എന്ന് വെച്ചാൽ ബാഹ്യബോധം ഇയാൾക്ക് അധികം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം.
ഈ പ്രപഞ്ചത്തെ ഇയാൾ കാണുന്നുണ്ടോ എന്ന് തന്നെ നമുക്ക് സംശയമാണ്. അല്ലെ, നമ്മൾ കാണുന്ന രീതിയിലല്ല ഇയാൾ പ്രപഞ്ചത്തെ കാണുന്നത്. ഇയാൾക്ക് ഭക്ഷണം കഴിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അതിനെക്കുറിച്ചൊന്നും ഇയാൾക്കൊരു ചിന്തയോ വേവലാതിയോ ആവലാതിയോ ഒന്നുമില്ല. ആരെങ്കിലും ഭക്ഷണം കഴിക്കണമെന്ന് നിർബന്ധിച്ചാൽ ചിലപ്പോൾ കഴിക്കും, ആരെങ്കിലും ഉടുപ്പിച്ചാൽ ഉടുക്കും, കുളിപ്പിച്ചാൽ കുളിക്കും. അങ്ങനെ യാതൊരുവനാണെങ്കിൽ വേറൊരാൾ അറിയിച്ചാൽ മാത്രം ഇയാൾ അറിയുന്നു. അന്യേന വേദിതോ വേത്തി നവേത്തി സ്വയമേവയഹ. ഇയാൾക്ക് സ്വയം ഒന്നും അറിയണമെന്നില്ല, അറിയുന്നില്ല. സ്വയം ഒന്നും അറിയുന്നേ ഇല്ല. ഞാൻ ഇരിക്കുന്നത് ഇന്നിടത്താണ്, ഞാൻ ഇന്നയാളാണ്, ഇങ്ങനെയുള്ള ബോധമൊക്കെ അയാൾക്ക് നഷ്ടപ്പെട്ടു പോയി. എന്ന് പറഞ്ഞാൽ ബ്രഹ്മബോധം നഷ്ടപ്പെട്ടു ഇല്ല. അതാണ് പ്രത്യേകം ഗുരുവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഇയാൾ സദാ ബ്രഹ്മനിർവാണം അനുഭവിക്കുന്നയാളാണ്. എപ്പോഴും ബ്രഹ്മനിർവാണം അനുഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. അത് ഈ 4 കൂട്ടരും അങ്ങനെ തന്നെ. പക്ഷെ ഈ വരിയാന്റെ ബാഹ്യമായ ദൃഷ്ടി അങ്ങനെ, അതാണ് ശ്രദ്ധിക്കേണ്ടത്. തനിയെ ഒന്നും ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല, അല്ലെ ഒന്നും ചെയ്യണമെന്ന് തോന്നുന്നില്ല. മറ്റുള്ളവർ പറഞ്ഞു കൊടുത്താൽ മാത്രം ആ കാര്യത്തിൽ ശ്രദ്ധ വരുന്നു. ചെയ്തെന്ന് വരാം, ചെയ്തില്ലെന്ന് വരാം. അങ്ങനെ അവരുടെ ജീവിതം, അതും ഈ പറഞ്ഞതുപോലെ ജീവിതം എത്ര കാലമാണോ ഈ ശരീരത്തിൽ ഇരിക്കണമെന്ന് വെച്ചിട്ടുള്ളത് അത്രയും കാലം അതിങ്ങനെ ഈ തരത്തിലൊക്കെ അങ്ങ് പോവും. ആരെങ്കിലും അവരെ ചിലപ്പോൾ കഴിപ്പിക്കാനും കുളിപ്പിക്കാനും ഉടുപ്പിക്കാനും ഒക്കെ കണ്ടെന്നും വരാം. ഇനി അങ്ങനെ ഇല്ലെന്ന് വന്നാൽ ശരീരത്തിന് നിലനിൽപ്പില്ലാതെ വരുമ്പം ശരീരം ഇട്ട് വെച്ച് ജീവൻ പൊക്കോളും. അതിലും അവർക്ക് ദുഃഖമൊന്നുമില്ല. ഭക്ഷണം കഴിച്ചാലും ദുഃഖമില്ല, കഴിച്ചില്ലെങ്കിലും ദുഃഖമില്ല, ഉടുത്താലും ഉടുത്തില്ലെങ്കിലും ദുഃഖമില്ല. എന്താണെന്ന് വെച്ചാൽ അവരങ്ങനെ ആനന്ദ കടൽ പൊങ്ങി താനെ പാഞ്ഞിതാ വരയുന്ന ഒരുപോലെന്നുള്ള അവസ്ഥയിൽ എത്തിയവരാണ്. അതുകൊണ്ടാണ് പരന്നൊരുപോലെ ആനന്ദക്കടൽ അങ്ങനെ പോകുന്നു. സദാ ബ്രഹ്മനിർവാണമയവശ്നുതേ. എപ്പോഴും ബ്രഹ്മത്തിൽ തന്നെ, ബ്രഹ്മനിർവാണത്തെ, മോക്ഷപദത്തെ അനുഭവിച്ചുകൊണ്ട് അങ്ങനെ രസകരമായിട്ടിരിക്കുന്നു. കുറെ വർഷങ്ങൾക്ക് മുമ്പ് കന്യാകുമാരിയിൽ ഒരു മായിയമ്മയുണ്ടായി. അവര് ഏതാണ്ട് ഈ ഒരു തരത്തിൽ ജീവിച്ചവരാണെന്ന് പറയപ്പെടുന്നു. ഒരു കന്യാകുമാരിയിലെ കടൽ തീരത്തൊക്കെ ഇരിക്കും. ഇവരുടെ കൂട്ടത്തിൽ ആകെയുള്ളത് കുറെ പട്ടികളായിരുന്നു എന്നാണ് പറയുന്നത്. ഇവർക്ക് പട്ടികൾക്ക് ഇവരോട് വലിയ ഇഷ്ടമായിരുന്നു. ഇവർക്ക് യാതൊരു തരത്തിലുള്ള ഭേദഭാവവും ഇല്ലല്ലോ. പട്ടി വന്നാൽ അതുങ്ങളെ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ചിലപ്പോൾ തനിക്ക് കിട്ടുന്ന ഭക്ഷണത്തിന്റെ ഒരു വീതം ചിലപ്പോൾ ഈ പട്ടികൾക്ക് കൊടുക്കുന്നത് കൊണ്ടാവാം ഈ പട്ടികൾ ഇങ്ങനെ കൂട്ടത്തിൽ കൂടുന്നത്. ആരെങ്കിലും അവരെ ഊട്ടിക്കും. അവർ തന്നെ ഭക്ഷണം കഴിക്കാൻ താല്പര്യപ്പെട്ടിരുന്നില്ല. അവരങ്ങനെ ഇരിക്കും. ആരെങ്കിലും കൊണ്ട് ഭക്ഷണം കൊടുത്ത് നിർബന്ധിച്ച് കുറച്ചൊക്കെ ഊട്ടിക്കും, കുളിപ്പിക്കും. ആരെങ്കിലും, ഏതെങ്കിലും അമ്മമാർ വന്ന് ചിലപ്പോൾ അവരെ കുളിപ്പിക്കും. ചിലപ്പോൾ ആരെങ്കിലും വിളിച്ചുകൊണ്ട് വീട്ടിൽ പോവും. വീട്ടിൽ പോയി ചിലപ്പോൾ ഭക്ഷണം കൊടുത്താൽ ഭക്ഷണം കഴിച്ചെന്നിരിക്കും, കഴിച്ചില്ലെന്നിരിക്കും. ചിലപ്പോൾ ഭക്ഷണം കിട്ടിയാൽ ഈ പട്ടികൾക്കെല്ലാം കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ ജീവിച്ച ഒരമ്മയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. മായിയമ്മ എന്നായിരുന്നു അവരുടെ പേര്. അവരൊരു പക്ഷേ ഈ കാറ്റഗറിയിൽപ്പെട്ട ആളാവാം. ഈശ്വരജ്ഞാനം കിട്ടിയതുപോലെയായിരുന്നു അവരുടെ വിഹാരാദികൾ എന്ന് പറയപ്പെടുന്നു. അപ്പൊ അവരും നല്ല ആനന്ദത്തിലാണ് കഴിഞ്ഞുകൊണ്ടിരുന്നത്. ബാഹ്യമായിട്ട് സാധാരണക്കാരൻ നോക്കുമ്പോൾ ഇവർക്ക് ഭക്ഷണം കഴിക്കണമെന്നോ വസ്ത്രം ധരിക്കണമെന്നോ കുളിക്കണമെന്നോ ശുദ്ധിയോ ഒന്നും ഇല്ലെന്ന് തോന്നും. അല്പജ്ഞന്മാർക്ക് അതിൽ കുറവായിട്ട് വേണമെങ്കിലും തോന്നാം. പക്ഷേ സർവജ്ഞന്മാരായിട്ടുള്ള ഇവരുടെ നില എന്ന് പറയുന്നത് സദാ ബ്രഹ്മ നിർവാണമശ്നുതേ. എപ്പോഴും അവര് ബ്രഹ്മനിർവാണത്തിൽ തന്നെ ഇരിക്കുന്നു, ബ്രഹ്മനിർവാണത്തെ ഭുജിക്കുന്നു, പ്രാപിക്കുന്നു. അശ്നുതേ ഭുജിക്കുന്നു, ഭക്ഷിക്കുന്നു എന്നാണ്. ഇവരെന്താണ് ഇവരുടെ യഥാർത്ഥ ഭക്ഷണം, ഇവരുടെ യഥാർത്ഥ ആഹാരം, ഉള്ളിലേക്ക് ചെല്ലുന്നത് ബ്രഹ്മനിർവാണം, ഈശ്വരനിർവാണം, ഈശ്വരബോധം, ഈശ്വരന്റെ രക്ഷ. അത് കിട്ടി ജീവിച്ചവരാണ് ഈ ബ്രഹ്മവിദ് വരിയാൻ. അപ്പൊ അദ്ദേഹവും ഈശ്വരനെ അറിഞ്ഞവര് തന്നെ അങ്ങനെ സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന മഹാപുരുഷന്മാരുടെ സാന്നിധ്യം കൊണ്ട് ഈ ഭാരതാംബ എന്നും പുണ്യം എന്നവളായിരുന്നു. നമുക്ക് ഒരു പ്രവാചകനോ ഒരു മുനിയോ ഒരു ഋഷിയോ ഒന്നുമല്ല, കണക്കിന് ഋഷിമാര്.
അസംഖ്യം ഋഷിമാര് മുനിമാര് ഈ പുണ്യഭൂമിയിൽ ഉണ്ടായി വരും. അതെന്നും ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. ലോകം അറിഞ്ഞൊന്നും വരത്തില്ല. പരിവ്രാജകരായിട്ട് നടക്കുമ്പോഴൊക്കെ ആളുകൾക്ക് ഇത് മനസ്സിലാവും. ഹിമാലയ ശൃംഗങ്ങളിൽ ഒക്കെ ചെന്നാൽ പലപ്പോഴും കാണാം. ഉത്തരകാശിയിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നത്തെ ഒരു സംഭവം ഓർമ്മ വരികയാണ്. അവിടെ ഒരു പ്രത്യേക ദിവസം വാരണാവത പർവ്വതത്തെ പ്രദക്ഷിണം ചെയ്യുന്ന ഒരു ചടങ്ങുണ്ട്. വാരണാവത പർവ്വതം എന്ന് പറയുന്നത് പുണ്യമി എന്ന ഒരു ഹിമാലയ ശൃംഗങ്ങളിൽ ഒന്നാണ്. ഉത്തരകാശിക്ക് കുറച്ച് മുകളിലായിട്ടാണ് അത് സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ പരിക്രമണം അതിന് ഒരു പ്രത്യേക ദിവസം വെച്ചിട്ടുണ്ട്. ആ ദിവസം ഇങ്ങനെ ശ്രീധരാനന്ദജി എന്ന് പറയുന്ന ഒരു സാധുവുമായിട്ട് അങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ഗ്രാമത്തിൽ വസിക്കുമ്പോൾ അവിടെ ഒരു സന്യാസി ഇരിക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു. ചെന്നപ്പോൾ ബംഗാളിൽ നിന്ന് വന്നാണ്. വലിയ വിദ്യാസമ്പന്നനായ ആളാണ്. വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഇവിടെ ഹിമാലയത്തിലേക്ക് വന്നു. തീവ്രമായ വിരക്തിയുള്ളയാൾ, വിരക്തനായിരുന്നു അദ്ദേഹം. അവിടെ അങ്ങനെ ഗ്രാമവാസികൾ കൊടുക്കുന്ന ഭിക്ഷയുമൊക്കെ കഴിച്ച് അങ്ങനെ സന്തോഷത്തോടു കൂടി കഴിയുന്നു. അധികമൊന്നും സംസാരിക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ല. എന്നാലും സാധുക്കളെ ചെന്നതിൻ്റെ ഒരു സന്തോഷം മാത്രം പങ്കുവച്ചു അങ്ങനെ പോകുന്നു. ഇപ്പം അങ്ങനെ എവിടെ നോക്കിയാലും നമുക്ക് എപ്പോഴും ശ്രദ്ധയുള്ളവർക്ക് കാണാൻ സാധിക്കും. അവര് സമൂഹ മധ്യത്തിൽ വന്ന് ഇറങ്ങി പ്രവർത്തിക്കാനൊന്നും യാതൊരു താല്പര്യവും ഉള്ളവരായിരിക്കില്ല. അപ്പം അത്തരം മുനിമാര് ഭാരതത്തിൽ എന്നും ഉണ്ടാവും. അങ്ങനെയുള്ള മുനിമാരുടെ ആ ഒരു പാത പിന്തുടർന്ന് നമ്മളെ അനുഗ്രഹിക്കാൻ വന്നെത്തിയ ശ്രീനാരായണ മഹാപ്രഭുവിൻ്റെ പാദപത്മങ്ങളിൽ നമുക്ക് വിനീതമായ നമസ്കാരം അർപ്പിക്കാം. നന്ദി.